പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനുള്ളത് തൃശ്ശൂർ മന്നിലാങ്കുന്നാണ്. അപ്പോൾ ഇവിടെ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. അത് വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനത്തെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ. അത് ചെറിയൊരു ബൈപ്പാസിന് പറയാൻ വഴി തിരിച്ചു വിടാമെന്ന് പറയാട്ടാണ്. ഈ കാണുന്ന കാഴ്ച കണ്ടില്ല നിങ്ങൾ? ഒരുപാട് റേറ്റ് സൈഡിൽ ഒരു 10-12ഓളം പുതിയ വീടുകൾ വന്നിട്ടുണ്ട്. അതിന് മുന്നിൽ കൂടെ ഒന്ന് ഈ റോഡ് കടന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെയാണ് അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ പഴയ ഹൈവേ കടന്നു പോണ്. ആ കാഴ്ച ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫ്രണ്ടിക്കോടും മുന്നിക്കോടും ഹൈവേ കടന്നു പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇട്ടത്. കണ്ടില്ലേ? ഇതാണ് പഴയ ഹൈവേ NH66. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഇതാണ് അവസ്ഥ കേട്ടോ. ഇത് പഴയ സ്ഥലത്താണ്. ഇതേപോലെ തന്നെയാണ് കേട്ടോ അപ്പുറത്തെ സൈഡിൽ കൂടെ പുതിയ ഹൈവേ കടന്നു പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു കാഴ്ച എവിടെ കണ്ടിട്ടില്ല. അപ്പോൾ കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇത് തോന്നി, കൗതുകം. കണ്ടില്ലേ? ഇതിന് മുന്നിൽ കൂടെ ഒന്ന് പുതിയതും NH66 കടന്നു പോകണം. അപ്പോൾ അവർക്ക് ഒരു സൈഡിൽ കൂടെ ഇറങ്ങിയ പുതിയ സ്ഥലത്തേക്കും അപ്പുറത്തോടെ ഇറങ്ങിയ പഴയ ഹൈവേക്കും ഇവർക്ക് പാസ് ചെയ്യാം. ഇങ്ങനൊരു കാഴ്ച ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ചിലപ്പോൾ ഇനി വേറെ എവിടെയെങ്കിലും ഈ ഹൈവേയിൽ ഉണ്ടാകുന്ന അറിയില്ല കേട്ടോ. ആദ്യത്തെ ബൈപ്പാസ് ചാവക്കാടാണ് തൃശ്ശൂർ വരുന്നത്. 2 സംതിങ് കേട്ടോ. ഇത് ജസ്റ്റ് 1 കിലോമീറ്ററിനുള്ളിലേ വരുന്നുണ്ടാവുള്ളൂ. ഇത് ബൈപ്പാസിന് പറയാൻ പറ്റില്ല. ജസ്റ്റ് അവിടെ പള്ളികളും ഒരുപാട് കബറൊക്കെ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ച് വിടുകയാണ്. പക്ഷേ ഇവിടുത്തെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഒരു ബൈപ്പാസ്, ചെറിയ ബൈപ്പാസിൽ കൂടെ വണ്ടി വിടുന്നുണ്ടെങ്കിൽ അത് ഇവിടെയാണ് കേട്ടോ. കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ട്, കംപ്ലീറ്റ് തന്നെ 99% വർക്ക് കഴിഞ്ഞിട്ട് പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് കേട്ടോ ഇവിടെ. നല്ല മഴയാണ്. മഴയായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും കാണാത്തത്. മഴക്കൊന്നും ഒതുങ്ങിയ വീഡിയോ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ മഴക്കാലത്തുള്ളൊരു കാഴ്ച കൂടിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോസ് എന്ന് പറഞ്ഞാൽ. ഈ ഭാഗത്ത് കണ്ടില്ലേ, സർവീസ് റോഡാണ്. ഇതിവിടെ നിന്ന് വണ്ടികൾ പോകണമെന്നില്ല എന്നിട്ട് അത്രയധികം വെള്ളം ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ട് മെഷീൻ വെച്ചിട്ട് വറ്റിക്കണ ഒരു കാഴ്ചനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് അപ്പുറത്തേക്ക് മോട്ടർ വെച്ചിട്ട് വെള്ളം ഇവിടെ നിന്ന് വറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ NH ഇങ്ങനെ ഒരു ഉപകാരം ചെയ്യുന്നുണ്ട്. ഈ ഭാഗത്ത് നല്ല രീതിയിൽ വെള്ളം നിൽക്കണോണ്ട് അവരത് വറ്റിക്കണ ജോബ് കൂടി അവർ ഏറ്റെടുത്തുണ്ട് കേട്ടോ. കണ്ടില്ല, അത്ര ദൂരത്തേക്ക് പൈപ്പ് കൊണ്ടുപോയിട്ടാണ് ഇവർ വെള്ളം ഇവിടുന്ന് ഒഴിവാക്കുന്നത്. ഇതിപ്പം മഴ ഒന്ന് ഒതുങ്ങി നിൽക്കുന്ന സമയമാണ് കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നാണ് പറഞ്ഞ് വണ്ടിയൊന്നും പോകാൻ പറ്റാത്ത രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പം നല്ല രീതിയിൽ മഴ പെയ്തതൊന്നും ഈ പരിപാടിയൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ താൽക്കാലികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങോട്ട് വെള്ളം ഒഴുകാത്തതുകൊണ്ടാണ് ഇവർ ഈ രീതി ചെയ്യുന്നത്. അതിന് വലിയ കാര്യം ഹൈവേ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് വലിയ കാര്യമായിട്ട് തോന്നിയിട്ടാണ് കണ്ടപ്പോൾ. കണ്ടില്ല, ഈ ഭാഗത്തൊക്കെ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞ് വണ്ടികളൊക്കെ ചീറിപ്പാഞ്ഞ് പോയോണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ജസ്റ്റ് 1 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ. ഇത് ബൈപ്പാസിൻ്റെ ഇതിൽ പെടുത്താൻ പറ്റുമെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ പറയാമെന്ന് മാത്രം. അവിടെ ചെറിയൊരു ടൗണും പള്ളിയും കബറൊക്കെ ഉള്ളതുകൊണ്ട് വഴി തിരിച്ചു വിടാമെന്നും വേണമെങ്കിൽ പറയാം. ജസ്റ്റ് ഒന്ന് മാറിയിട്ട് തൊട്ടൊരു 50 മീറ്റർ അപ്പുറത്തോടെ നിന്നിട്ട് പഴയ NH66 കടന്നു പോകുന്നത്. ഈ സർവീസ് റോട്ടിലാണ് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ട് കാണട്ടോ. വെള്ളക്കെട്ടൊക്കെ ഉള്ളതായിട്ട് കാണുന്നത്. പുതിയ ഹൈവേയിൽ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടും ഞാൻ ഇറങ്ങിയപ്പോൾ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ എവിടെയും. ഇങ്ങനെ പുതിയ ഹൈവേയിൽ മേൽഭാഗത്ത് സർവീസ് റോട്ടിൽ ഒരു സ്ഥലത്തൊക്കെ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഈ ഹൈവേന്ന് ചാട് നേരെ സർവീസ് റോട്ടിലേക്ക് കാണും. ഈ ഹൈവേത്തെ വെള്ളം വേറെ എങ്ങോട്ടെങ്കിലും വിടാനുള്ള പരിപാടി നോക്കുകയാണെങ്കിൽ ഈ സർവീസ് റോട്ടിലേക്ക് വരാത്ത രീതിയിൽ ചെയ്യായിരുന്നെങ്കിൽ ഒന്നുകൂടി അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇത്ര അധികം വെള്ളം സർവീസ് റോട്ടിൽ വരില്ല കേട്ടോ. അത് കംപ്ലീറ്റ് ഇവിടെ പോയി വെള്ളം കംപ്ലീറ്റ് സർവീസ് റോട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോഴാണ് വെള്ളത്തിൻ്റെ പല സ്ഥലത്തും സർവീസ് റോട്ടിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റാത്ത രീതി ആവുന്നത്. പിന്നെ അത്ര ഫാസ്റ്റായിട്ട് പണിയൊക്കെ കഴിഞ്ഞാൽ കൂടെ ഇറങ്ങി പോകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടില്ല, ഇവിടെയൊക്കെ നല്ല ശ്രദ്ധിക്കണം. അങ്ങനെ വീണ്ടും റോഡ് മാറിയിട്ടോ പഴയ റോട്ടിലേക്ക് തന്നെ ഇറങ്ങുകയാണ്. ഇവിടെ വെച്ചിട്ട് വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ ഇവിടെ നിന്നുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല കാര്യമായിട്ട്. ഇനി ഇവിടെ നിന്നുകൊണ്ട് ഒരു മേൽപ്പാല വരുന്നു കേട്ടോ, ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. അപ്പോൾ ആ കാഴ്ചയാണ്. ഇവിടെ അതാ ചെറിയ രീതിയിൽ കുറച്ച് മണ്ണിട്ടുണ്ടെന്നല്ലാതെ വേറെ വർക്കൊന്നും ചെയ്തിട്ടില്ല. മന്നിലാങ്കുന്ന് കഴിഞ്ഞ് അങ്ങനെ അകലാട് എത്തിക്കണം കേട്ടോ. അകലാടാണ് അണ്ടർപാസ് ഉള്ളത്. ശരിക്കും എൻ്റെ ഇതിൽ മന്നിലാങ്കുന്നത്തായിരുന്നു ഒരു അണ്ടർപാസ് വെച്ച് കൊടുക്കേണ്ടത്. അവിടെ ഇല്ല, അവിടെ വേണമെന്നൊക്കെ പറഞ്ഞ് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്ന ഏരിയ കൂടിയാണ് കേട്ടോ. ഇവിടെയൊക്കെ
കോൺക്രീറ്റിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരുപാട് വർക്ക് കെടുക്കട്ടെ. സൈഡൊക്കെ കെട്ടി മണ്ണിട്ട് ഇതേ ഹൈറ്റ് ആക്കണമെങ്കിലൊക്കെ അത്യാവശ്യം വർക്ക് കെടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ പാലത്തിൻ്റെ അടുത്ത് എല്ലാ സ്ഥലത്തും കാണാൻ പറ്റുന്ന കാഴ്ചയാണ്. പണി കഴിഞ്ഞ സ്ഥലത്തൊക്കെ വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിട്ടുണ്ട്. മഴ പെയ്തപ്പത്തെ സമയത്ത് കയറിക്കാനും സുഖമാണ് കേട്ടോ. നല്ല വേനൽക്കാലത്ത് വെയിൽ ആയാലും കയറിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രമാത്രം വർക്കാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ റോഡാട്ടോ. അതിലൂടെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വണ്ടി പോകുന്നത്. ചെറിയ റോഡ് തന്നെ പഴയ നിലവിലുള്ള റോഡാണ്. എന്നാലും അതിന് കുറച്ച് ഭാഗമൊക്കെ അവർ വർക്ക് നടക്കുന്നതുകൊണ്ട് ഉള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് പോവുക. എപ്പോഴും ഞാൻ വീഡിയോസിൽ പറയാണ്ട് എപ്പോഴും അപകടം നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ശ്രദ്ധിച്ച് പോകണം പണി നടക്കുന്നിടത്തൊക്കെ, പ്രത്യേകിച്ച് മഴക്കാല സമയത്ത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം ഒരു പകുതി ഒക്കെ മണ്ണിട്ടിട്ട് കാണാറുണ്ട് കേട്ടോ. വരുന്നപ്പോൾ മണ്ണിലാവുന്ന കഴിഞ്ഞിട്ട് തീരെ മണ്ണിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പകുതി ഭാഗം ഒക്കെ മണ്ണിട്ടിട്ട് ഹൈറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് മണ്ണിട്ടിട്ടുള്ള വർക്കുകൾ കെടുക്കുകയാണ് ശിവാലയ കമ്പനിക്ക്. 2025 വരെ സമയമുണ്ടെന്ന് വിചാരിച്ചിട്ടാവും ഫാസ്റ്റ് ആക്കാത്തെന്ന് വിചാരിക്കണ്. പിന്നെ ഫാസ്റ്റായി ചെയ്യാൻ വിചാരിച്ചാൽ ചെയ്യൂട്ടോ അവർ. ചില ഏരിയയിലൊക്കെ പെട്ടെന്നൊക്കെ വർക്ക് ചെയ്യുന്നത് കാണാം. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അധികം വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ റോഡ് വീണ്ടും പുതിയ വർക്ക് കഴിഞ്ഞാൽ റോട്ടിൽ കയറാൻ കേട്ടോ. അപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല ശ്രദ്ധിക്കണം. ഇത് പഴയ റോട്ടിൽ നിന്ന് പുതിയ റോട്ടിലേക്ക് തന്നെ കയറുന്ന സമയത്ത് നല്ല ഡേഞ്ചറാണ്. അപ്പോൾ ഇവിടെ വർക്ക് അത്യാവശ്യം കഴിഞ്ഞൊരു ഏരിയയാണ്. പുതിയ റോട്ടിൽ കൂടെ നമ്മൾ പോയോണ്ടിരിക്കുന്നത്. സർവീസ് റോഡിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്ന ഈ ഭാഗത്തൊക്കെ. ഇനിയിപ്പോൾ അടുത്ത സ്ഥലം പറഞ്ഞാൽ ഒറ്റേനി എത്തുക കേട്ടോ. ഒറ്റേനിലും ഒരു അണ്ടർപാസ് വരുന്നുണ്ട്. ജസ്റ്റ് ഒരു 1.5-2 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഈ ഹൈവേയിൽ കംപ്ലീറ്റ് അണ്ടർപാസിൽ വരുന്നുണ്ട് കേട്ടോ. NH66 ഈ ഭാഗത്തൊന്നും ഒരു സിഗ്നൽ പോലും വരുന്നില്ല. ഇഷ്ടംപോലെ അണ്ടർപാസിൽ വരുന്നുണ്ട്. 2 കിലോമീറ്ററിനുള്ളിൽ തന്നെ നല്ല സ്ട്രെയിറ്റായി ഇങ്ങനെ കെട്ടിക്കൊണ്ട് ഇട്ട് അങ്ങനെ ഓരോരുത്തരൊക്കെ എന്ത് പോക്കാ പോണ്. ഇപ്പം തന്നെ വണ്ടിയെ വീഡിയോ എടുക്കുന്ന സമയത്ത് പോയിന്റ് പോകുന്നുണ്ട് കേട്ടോ. ഒരു 100-110 സ്പീഡിലൊക്കെ ആയിട്ട് ഇപ്പോഴും പോണ് കാണാറുണ്ട്. അപ്പോൾ പെട്ടെന്ന് നിങ്ങളിങ്ങനെ പോകുമ്പോൾ പെട്ടെന്നാവും ഈ പുതിയ റോഡ് അവസാനിക്കുക. ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ റഹ്മത്താള്. അപ്പോൾ എല്ലാവരും ഒരുപാട് കല്യാണങ്ങൾ കഴിഞ്ഞൊരു മണ്ഡപമാവും ഈ ഭാഗത്തുള്ളവർക്കൊക്കെ അറിയാം. മണ്ഡപമൊക്കെ വീണ്ടും പൊളിച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടൊക്കെ പൊളിച്ചിട്ട് പുതുക്കി പോകണതൊക്കെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ പരിപാടി കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ പാർക്കിങ്ങിന് സൗകര്യമൊക്കെ കുറവട്ടാം. സർവീസ് റോട്ടിലും അവിടെ ഇവിടെയൊക്കെ വണ്ടികൾ കിടക്കുന്നത് കാണാറുണ്ട് കല്യാണമുള്ള സമയത്തൊക്കെ. ഗൾഫിലുള്ളവർക്കൊന്നും ഇതും മനസ്സിലാവുണ്ടാവില്ല കേട്ടോ. അതൊക്കെ വ്യത്യാസപ്പെട്ടുകൊണ്ടൊക്കെ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. കംപ്ലീറ്റ് പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഈ ലെവലിലേക്ക് എത്തിക്കുന്നത്. നിലവിലിപ്പോൾ ഒരു സൈഡിലത്തെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ സൈഡിൽ കൂടെ ഒന്ന് വണ്ടി വിട്ടുകൊണ്ടിരിക്കട്ടോ. ആ സൈഡിൽ വർക്ക് ചെയ്യാണ്ട് കേട്ടോ. ഈ ഭാഗത്തെ വർക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി ഇവിടെ വർക്ക് ബാക്കിയുണ്ട്. എന്നാലും ഒരു 90% വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ ഇവിടെ. ഞാൻ സൈഡ് വർക്ക് ചെയ്യാണ്ട് കണ്ടില്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റ സൈഡിൽ കൂടെ ഒന്ന് വണ്ടി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അടുത്ത് ഒറ്റേനി എത്തും കേട്ടോ. വീണ്ടും ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. കുറച്ച് ദൂരം വരെയൊക്കെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാതും ഇങ്ങനെ വീഡിയോസിൽ എടുക്കണില്ല. വർക്ക് കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ ക്യാമറ ഓണാക്കി പിടിച്ച കാര്യമില്ലല്ലോ. അതുകൊണ്ട് കുറേ ഭാഗമൊക്കെ ഇങ്ങനെ ക്യാൻസലാക്കി കളയുന്ന കേട്ടോ. പൊറ്റേനിയാണ്. പൊറ്റേനിയിൽ കണ്ടില്ലേ ഇവിടെയൊക്കെ ചെറിയ രീതിയിൽ മണ്ണിട്ടിട്ടുള്ളൂ. ഇവിടെയാണ് അടുത്ത അണ്ടർപാസ് വരുന്നത്. ഒറ്റേനി കഴിഞ്ഞാൽ പിന്നെ എടക്കയ്യൂരാണ് കേട്ടോ അടുത്ത അണ്ടർപാസ് വരിക. ഇവിടും ഒന്നും ആയിട്ടൊന്നുമില്ല. ചെറിയ രീതിയിലൊക്കെ മണ്ണിട്ട് ചെയ്യണ ജോബ് തുടങ്ങിയിട്ടുള്ളൂ. വേറെ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല. മണ്ണ് വലിച്ചു കൊണ്ടിരിക്കാന്ന് എല്ലാ സ്ഥലത്തും ചെയ്യുന്ന പോലെ തന്നെ ചാക്കൊക്കെ കെട്ടിയിട്ടൊക്കെ ഉണ്ട്. ചില സ്ഥലത്ത് വലിയ കുളം പോലൊക്കെ ആക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക.